നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ലക്ഷ്യങ്ങളുണ്ട്. ലക്ഷ്യങ്ങളില്ലാത്ത കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാല് ആ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടി നമുക്കൊരു സിസ്റ്റം വേണം. വെറുതെ ലക്ഷ്യം ഉണ്ടായിട്ട് ആ ലക്ഷ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അല്ലെ? ആ ലക്ഷ്യത്തിലോട്ട് എങ്ങനെ എത്തണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ വേണം. എന്താണ് വിന്നിംഗ് സ്ട്രാറ്റജി? വലിയ ലക്ഷ്യങ്ങൾ വേണം. തിങ്ക് ബിഗ്. വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. പക്ഷെ ആക്ട് സ്മോൾ. ഇപ്പോഴേ നമുക്ക് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് തുടങ്ങണം. ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബില് വെറുതെ വീഡിയോ കണ്ട് സമയം കളയുന്നതിന് പകരം നിങ്ങളുടെ സ്വപ്നങ്ങളിലോട്ട് നിങ്ങൾ അടുപ്പിക്കുന്ന വീഡിയോകൾ കണ്ടോക്കി. വെറുതെ എന്തൊക്കെയോ വായിച്ച് സമയം കളയുന്നതിന് പകരം നിങ്ങളുടെ സ്വപ്നങ്ങളിലോട്ട് എത്തിക്കുന്ന അക്കാഡമിക്സില് നിങ്ങളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നോക്കൂ. ഈ ഒരു ആക്ട് സ്മോൾ എന്നുള്ളൊരു ഒരൊറ്റ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ അടുത്തൊരു പ്ലാനുമാണ്. നമ്മളെ പല ആൾക്കാരും പ്രശ്നം എന്താ? ലക്ഷ്യമുണ്ട്, പക്ഷെ എങ്ങനെ അവിടേക്ക് എത്തണം എന്നറിയില്ല. കൂട്ടുകാരെ, നിങ്ങളുടെ അടുത്ത് ഗൂഗിൾ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ചാറ്റ് GPT ഉണ്ട്, നിങ്ങളുടെ അടുത്ത് യൂട്യൂബ് ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ട നമ്മുടെ ഫ്യൂച്ചറിനെ ഗതി നിർണ്ണയിക്കാൻ പറ്റുന്ന രീതിയിലാണോ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ അടുത്ത് എല്ലാ റിസോഴ്സസും ഉണ്ട്. ഞങ്ങളൊന്നും പഠിച്ചിരുന്ന കാലം പോലല്ല. ഞങ്ങൾക്കിതൊന്നും പറഞ്ഞുതരാൻ ആരില്ലായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആരും വേണ്ട. നിങ്ങളുടെ അടുത്ത് ചാറ്റ് GPT, ഗൂഗിളും യൂട്യൂബും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ രാവിലെ നീച്ചിട്ട് ആരുടെയെങ്കിലും ലൈഫ് സ്റ്റൈൽ വ്ളോഗ് കാണുക, അല്ലെ? അല്ലെങ്കിൽ ആരൊക്കെ എവിടെയൊക്കെ പോയി ഫുഡ് കഴിച്ചു നോക്കുക, അല്ലെ? ആരൊക്കെ ഏതൊക്കെ കാറിൽ പോയി നോക്കുക. ഇതിനൊക്കെ പകരം നമുക്ക് എന്തുകൊണ്ട് യൂസ്ഫുൾ ആയ രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയകൾ നമുക്ക് യൂസ് ചെയ്തുകൂടാ?